ഇന്നൊരു മാറ്റ് സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സമൂസയാണെങ്കിൽ ഇതിൽ ഞാൻ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ എഗ് പഫ്സിൻ്റെ ആ ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പോൾ വരുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 8 മാറ്റ് സമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം നമുക്ക് കറിവേപ്പില, ഒരല്പം കറിവേപ്പിലയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണോളം. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സവാള ഒരു 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം കനം കുറച്ച് അരിഞ്ഞിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നീളത്തിൽ അത്യാവശ്യം തിക്നെസ്സിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ എന്താ പറയുക, ഇറച്ചിപ്പത്തിനും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റേജ് എത്തിയാൽ നമുക്കിതിൽ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പഫ്സിൻ്റെ ആ ഒരു ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി എരിവിനായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാല ഒരു 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം 1 ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഈ ഒരു ഫില്ലിങ്ങിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 4 മുട്ട പുഴുങ്ങിയെടുത്തതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓരോ മുട്ടയും 2 പീസായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ തണുത്ത് വന്നു. അതുപോലെ മുട്ടയും ഞാനിവിടെ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ സമൂസ ഷീറ്റ് നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ മൈദമാവ് നമ്മൾ ഇറച്ചിപ്പത്തിരിയൊക്കെ ചെയ്യുന്നത് പോലെ മൈദമാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സമൂസ ഷീറ്റ് പോലെ മുറിച്ചെടുത്ത് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 സമൂസയാണ് ഓരോ മാറ്റ് സമൂസയ്ക്കും വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. സെൻട്രലായിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ്ങും അതുപോലെ തന്നെ മുട്ടയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പഫ്സിൻ്റെ സെയിം ടേസ്റ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മടഞ്ഞെടുക്കുന്ന ടൈമിൽ കുറച്ച് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ സർപ്രൈസായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമൂസയാണിത്. പിന്നെ നമുക്കിതുപോലെ തന്നെ ഇത് സമൂസ മാറ്റ് ചെയ്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഫ്രീസറിൽ സൂക്ഷിച്ച ആവശ്യത്തിന് അനുസരിച്ച് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഞാനിവിടെ ആ ഒരു മൈദയുടെ പേസ്റ്റ് വെച്ച് ഒട്ടിച്ച് മറ്റേ സൈഡിലുള്ള
ആ ഒരു ഷീറ്റ് ഇങ്ങോട്ടേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 2 സൈഡിലുള്ള ഷീറ്റ് നമുക്കൊന്ന് കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 സ്ട്രിപ്സ് ആയിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യണമെന്നാണെങ്കിൽ 4 എണ്ണം വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ 4 എണ്ണം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ 5 ആയിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തെടുത്താൽ മതി. കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേ രണ്ടാമത്തെ സമൂസയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ടാവും. അപ്പോൾ ഇത് 2 സൈഡിലും ഞാനിങ്ങനെ 5 വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഒരു സൈഡിലുള്ളത് നമുക്ക് മുകളിലേക്ക് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ ആ ഒരു മസാല വെച്ചതിൻ്റെ മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. മടഞ്ഞെടുക്കാൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. പക്ഷേ വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഹോളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇടയ്ക്ക് സമൂസ ഹോൾ വന്നാൽ അതിൽ ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സ്ട്രിപ്പ് അടിയിലും നെക്സ്റ്റ് സ്ട്രിപ്പ് മുകളിലായിട്ടും വരുന്ന രീതിയിൽ നമുക്കൊന്ന് മടഞ്ഞെടുക്കാം. ഇപ്പം മടഞ്ഞെടുത്ത് ഇപ്പോൾ ഫൈനലായിട്ട് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിൻ്റെ ഓരോരോ എൻഡ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം, ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാറ്റിന് നല്ലൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എണ്ണ അകത്തോട്ട് പോവുകയില്ല, നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ബാക്കി വന്ന ഭാഗം നമുക്ക് ബാക്ക് സൈഡിലോട്ടാക്കിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മൈദമാവ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ മാറ്റ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലാസ്റ്റിൽ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് നല്ല കെയർഫുള്ളായിട്ട് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡ് കൂടി കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ എല്ലാ വശവും മടക്കിയെടുത്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഈ സെയിം ഫില്ലിങ് തന്നെ വേണമെന്നില്ല, ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 എണ്ണം മാറ്റ് സമൂസയുടെ രീതിയിലും അതുപോലെ 1 സിമ്പിളായിട്ടുള്ള രീതിയിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി എണ്ണ ചൂടാക്കിയിട്ട് നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് സമൂസ ഇട്ട് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 സമൂസയും ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതായത് മാറ്റ് സമൂസ അതുപോലെ നോർമലായിട്ടുള്ളതും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നോർമലായിട്ടുള്ള സമൂസയാണ്, ബോക്സ് രീതിയിലുള്ളത്. ഇതും കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗി തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് തികച്ചും ഫ്രീ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ അടിയിലായിട്ട് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരെയും മുടങ്ങാതെ അത് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്